കാര്യം ജനങ്ങളൊക്കെ തന്നെ ഒരേ അഭിപ്രായം തന്നെയാണ്. സാധാരണക്കാരുടെ എല്ലാം വീടുകളിൽ ഒരു ഇരുട്ടടി ആയിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. കാര്യം ഒരു മാസം ഒരു നിശ്ചിത കുടുംബ ബജറ്റ് ഉണ്ടാകും. ആ ബജറ്റിനെയൊക്കെ താളം തെറ്റിക്കുന്ന രീതിയിൽ ഇപ്പോൾ കുടിവെള്ളത്തിൻ്റെ തുക അങ്ങോട്ട് ഞാൻ ഇപ്പോൾ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ വാട്ടർ അതോറിറ്റിയുടെ ബില്ല് അടച്ചത്. അതും സമാനമായ രീതിയിൽ തന്നെയാണ്. കാര്യം ഇപ്പം നമുക്ക് ആ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. ചേട്ടാ എന്തായി? ഇത് ചിരിച്ചോണ്ടിരിക്കാനേ പറ്റുള്ളൂ. പറ്റത്തില്ല. എല്ലാം ഇരുട്ടടി, എല്ലാം മൊത്തം ഇരുട്ടടിയാണ്. അമ്മ ഈ കറണ്ട് ചാർജ് കൂടിയൊന്നും പറഞ്ഞിട്ട് ആത്മഹത്യ ഒന്നും വേണ്ട കേട്ടോ. പിന്നല്ലാതെ എന്ത് ഒന്നും ചെയ്യണ്ട, നമുക്ക് എല്ലാം ജീവിക്കാം. എന്റെ മോൻ അതിന് മാത്രം ശമ്പളം ഉണ്ട്. അവന്റെ ഒരു വരുമാനമല്ലേ ഉള്ളു മോനെ ഇവിടെ. അപ്പൊ അതാ ഞങ്ങൾക്ക് വിഷമം. ഇപ്പൊ വെള്ളത്തിന് 10,000 രൂപ വന്ന് കിടക്കുന്നു. അപ്പൊ അത് കൂടാതെ ഇപ്പൊ ഈ കറണ്ട് ബില്ലിൻ്റെത്. അപ്പൊ എല്ലാം കൂടെ ആകുമ്പോ മോന് താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ടാ പറഞ്ഞതേ ഉള്ളൂ മോൻ്റെ അടുത്ത് പൂജ ഒരു ആശങ്ക പങ്കുവച്ചതേ ഉള്ളൂ. ഇപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നേരത്തെയൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ വെച്ചാൽ വീട്ടിൽ കൈകൊണ്ട് തുണി അലക്കുക, അല്ലെങ്കിൽ അമ്മിക്കല്ലിൽ അരി അരയ്ക്കുക, ആ ഒരു അവസ്ഥയിലൊക്കെ തിരിച്ചു പോകേണ്ട അവസ്ഥയാണോ? അങ്ങനെ ഇനി ചെയ്യണം. ഞങ്ങളൊക്കെ പ്രായം ചെയ്ത് ഞങ്ങൾക്കൊക്കെ ഇനി വയ്യ മോനെ. രുചിക്ക് പണിയാവും അല്ലേ? ഇനിയിപ്പോ നമ്മള് പഴമയിലേക്ക് നമ്മുടെ പഴയ കല്ലൊക്കെ തേച്ച് കഴുകി എടുക്കണം. നമ്മുടെ തുണി കഴുകുന്ന കല്ലുകൾ തേച്ച് കഴുകി എടുക്കണം. അപ്പോൾ അരകല്ല് തേച്ച് കഴുകി ഇനിയിപ്പം വീട്ടിൽ പഴയ സാധനങ്ങൾ സൂക്ഷിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അരകല്ലൊക്കെ സൂക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല, തപ്പിയെടുത്താൽ മതി. കാര്യം ഇനി പഴയ സാധനങ്ങളല്ലേ, ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണെന്ന് മനസ്സിലാക്കി. മൺകലങ്ങളും മൺചട്ടികളും ഒക്കെ നമ്മൾ എടുക്കണം. കാരണം പണ്ടൊക്കെ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ മൺചട്ടി അല്ലായിരുന്നു ഉപയോഗിക്കുന്നില്ലായിരുന്നു. അപ്പൊ അതുപോലെ നമ്മൾ ഇനി മൺചട്ടി എടുക്കണം. അതായത് സ്റ്റീൽ പാത്രത്തിൽ നിന്ന് നേരെ പഴയ വിറകടുപ്പിലേക്ക് പോകണോ? സർക്കാർ നമ്മളെല്ലാരും പഴമയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നത്. ഈ പഴയ മൺചട്ടി അങ്ങനെയുള്ള കാര്യത്തിലേക്കൊക്കെ പോവാണല്ലേ? അതിപ്പോ നമ്മളിനി വിറകടുപ്പിലേക്ക് പോകും. വിറകിനും വില കൂടുതലാ. വിറകും കിട്ടാനില്ല, ഒന്നും കിട്ടാനില്ല. തേങ്ങ ശരി കണ്ണൻ, എന്തായാലും അവരൊരു പുതിയ സംരംഭമൊക്കെ തുടങ്ങണം എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുമ്പോഴാണ് അതിന്റെ കൂട്ടത്തിൽ ഈ വർധനവൊക്കെ വന്ന വലിയ രീതിയിലുള്ള ആശങ്കകളൊക്കെ പങ്കുവെക്കുന്നത്. എന്തായാലും പൊതുവേ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഏതെല്ലാം മേഖലകളിൽ എങ്ങനെയൊക്കെ വർദ്ധിച്ച് ജനങ്ങൾക്ക് വലിയൊരു അടി നൽകാമോ ആ രീതിയിലെല്ലാം തന്നെ പോയിരിക്കണം. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണല്ലേ ഇത്. എല്ലാവരുടെയും ഒരേ ശബ്ദമാണ്. കൂടുതൽ പ്രതികരണങ്ങൾ തേടിയാലും എല്ലാവർക്കും ഒന്ന് തന്നെയാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഒരു ചേട്ടൻ ഇടയ്ക്ക് പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്യല്ലേ, ജനങ്ങളൊക്കെ ഈ രീതിയിൽ പ്രതികരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏത് വിധത്തിലായിരിക്കും അധികൃതരുടെ ഒരു ഭരിക്കുന്ന പാർട്ടിക്കെതിരെ ഇത്രത്തോളം വലിയ വികാരം വരുന്നു, മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ വരുന്നു. അത് അവരുടെ ആശങ്ക ഈ രീതിയിൽ പങ്കുവെക്കുകയാണ്. നമ്മൾ പുറത്തുപോയി സാധനങ്ങൾ വാങ്ങുന്നതിന് വില കൂടുതലാണ്, സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങൾക്ക് വില കൂടുതലാണ്, പെട്രോളിന്റെ വില കൂടുന്നു, ഗ്യാസ് സിലിണ്ടറുകളുടെ പാചകവാതക സിലിണ്ടറുകളുടെ ഒക്കെ വില കൂടുന്നു. ഇങ്ങനെ വിലക്കയറ്റം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, അങ്ങനെ വീണ്ടും വില കൂട്ടുകയാണെങ്കിൽ ജനങ്ങളുടെ പ്രതികരണവും ഈ രീതിയിൽ തന്നെയായിരിക്കും.